മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് ഇതൊക്കെ നിരോധിച്ചിട്ട് ഗവൺമെന്റ് ഈ ഭാഗ്യക്കുറി കൊണ്ടും മദ്യം കൊണ്ടും ശമ്പളവും പെൻഷനും കൊടുക്കാതെ ശരിയായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ജീവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കണം. അതാ വേണമെന്ന്. ഈ ഭാഗ്യക്കുറി കൊണ്ട് എത്ര പേരാണ് നോക്കി ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത്? ഈ മദ്യം ഉപയോഗിച്ച് എത്ര നാളുണ്ട്? ഞാൻ ആ ചിന്നമ്മ ടീച്ചറിന്റെ കൂടെ ഒക്കെ നടന്നതാ. മദ്യം നിരോധിക്കണം പറഞ്ഞ ആര് നിരോധിച്ചു? ഇതല്ലേ നമ്മുടെ വരുമാനം, വേറൊന്നും വരുമാനം ഇല്ലല്ലോ. പിന്നെ കൊല നടക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റാണ് കുറ്റവാളി. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്, പിന്നെ ആകത്തുള്ളൂ കൊലയാളികൾ. ഇതിനൊരു മാറ്റം വരണം. നിയമത്തിൽ ശരിക്ക് ഭേദഗതി വരുത്തി അർഹതപ്പെട്ട ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഗൾഫിലെ ശിക്ഷ വരുന്നതാണ് ഏറ്റവും ഉത്തമം. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഗൾഫിലെ ശിക്ഷ കിട്ടിയാൽ പിന്നെ ആരും ഒന്നും ചെയ്യൂല. ഇത് എല്ലാരും ജാമ്യത്തിൽ വിടുകയല്ലേ, പിന്നെ എങ്ങനെയാന്നേ പേടിക്കുന്നേ? ആർക്കും ഒരു ഭയവുമില്ല, എന്തും ചെയ്യാം. അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ നാട് നന്നാകണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി നല്ല ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണേ. ആരെയും ജാമ്യത്തിലും വിടാൻ പാടില്ല.